then I thought to myself, there is a difference between force and power. അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശക്തിയും അധികാരവും തമ്മിലുള്ള അന്തരം. The British Empire had force. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് അവരുടെ ശക്തി. But they had no power. പക്ഷെ അവർക്ക് അധികാരമുണ്ടായിരുന്നു, പക്ഷെ ധാർമ്മികമായിട്ടുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. Gandhiji had no force, but he had the truth, and so he had power. ഗാന്ധിജിക്ക് അധികാരശക്തിയോ മേധാശക്തിയോ ഉണ്ടായിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് ധാർമ്മികമായ ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ. And the same way Narayana Guru ji had no strength. അതുപോലെ നാരായണ ഗുരുവിന്റെ കയ്യിൽ മേധാശക്തിയോ ആധിപത്യ ശക്തിയോ ഉണ്ടായിരുന്നില്ല. He did not have huge amounts of wealth. അദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് ഉണ്ടായിരുന്നില്ല. He did not drive in a fancy car. അദ്ദേഹം ഒരു വലിയ വിനോദം പോലുള്ള ആഘോഷിക്കപ്പെടുന്ന പോലുള്ള വാഹനങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നില്ല. But he was easily the most powerful man in Kerala. പക്ഷേ ആ കാലഘട്ടത്തിലെ ഏറ്റവും സുശക്തനായ മനുഷ്യൻ മഹാത്മാഗാന്ധി ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കും. And imagine his power that today, 100 years later, the entire political class of Kerala has come to commemorate him.